നിതിൻ രാജിന്റെ മരണത്തിൽ പോലീസിനെതിരെ വിമർശനവുമായി KPMS. ഒരാഴ്ച പിന്നിട്ടിട്ടും പ്രതികളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാൻ സാധിച്ചില്ലെന്നും അന്വേഷണം ഇഴഞ്ഞാൽ പ്രക്ഷോഭ പരിപാടിയിലേക്ക് നീങ്ങുമെന്നും ജനറൽ സെക്രട്ടറി പുന്നല ശ്രീകുമാർ പറഞ്ഞു. നിതിൻ രാജിന്റെ വീട് സന്ദർശിച്ച ശേഷമായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം. ഈ ഒരാഴ്ച പിന്നിടുമ്പോഴും ഒരു പ്രതികളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുന്നുള്ള നടപടി സ്വീകരിക്കുന്നില്ല. അന്വേഷണം പ്രതീക്ഷിക്കുന്ന തരത്തിലേക്ക് മുന്നോട്ട് പോകുന്നില്ല എന്നുള്ള കാര്യങ്ങളുണ്ട്. മാനേജ്മെന്റുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ അവിടുത്തെ CCTV ദൃശ്യങ്ങളെ സംബന്ധിച്ചും ആ പ്ലേസ് ഓഫ് ഒക്കറൻസ് അതങ്ങനെ ഒരു ബന്ധത്തിൽ വെക്കാനോ ആ എവിഡൻസ് നഷ്ടപ്പെടാതിരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തിയില്ല എന്നാണ് നിലനിൽക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ പരിശോധിച്ച് വീട്ടുകാരുടെ അഭിപ്രായം കൂടി തേടാനാണ് ഞങ്ങൾ വന്നത്. അങ്ങനെയെങ്കിൽ പ്രത്യക്ഷമായ നടപടികളിലേക്ക് പ്രക്ഷോഭം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് ഞങ്ങൾ ജീവിതം നടത്തുകയും. RB സനൂപ് ചേരുകയാണ് വിവരങ്ങളുമായി. സനൂപ്, അന്വേഷണം ഇഴഞ്ഞു നീങ്ങിയാൽ വലിയ തോതിലുള്ള പ്രതിഷേധത്തിന് ഞങ്ങൾ തുടക്കമിടും എന്ന് അദ്ദേഹം പറയുകയാണ്. മറ്റെന്തൊക്കെ കാര്യങ്ങളാണ് അദ്ദേഹം സൂചിപ്പിച്ചത്? മഹേഷ്, നിതിൻ രാജിന്റെ മരണം നടന്നിട്ട് ഇപ്പോൾ ഒരാഴ്ച പിന്നിടുകയാണ്. എന്നിട്ടും പോലീസിന്റെ അന്വേഷണം ഇഴഞ്ഞു നീങ്ങുകയാണ്. ഇതിൽ കടുത്ത പ്രതിഷേധമുണ്ടെന്നാണ് KPMS ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുള്ളത്. നിതിൻ രാജിന്റെ കുടുംബത്തെ സന്ദർശിച്ച ശേഷമായിരുന്നു ജനറൽ സെക്രട്ടറിയുടെ പ്രതികരണം. പുന്നല ശ്രീകുമാറിന്റെ പ്രതികരണം അതിരൂക്ഷമായിട്ടാണ്. പോലീസിനെ വിമർശിച്ചുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ പ്രതികരണം വന്നിട്ടുള്ളത്. ഈ ഒരാഴ്ചയായിട്ടും പ്രതികളെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യാനൊന്നും തന്നെ പോലീസ് തയ്യാറായിട്ടില്ല. ഡോക്ടർ റാവിനെതിരെയും സംഗീതക്കെതിരെയും ഒക്കെ തന്നെ ആരോപണം വന്നിട്ടും അവരെ ഒന്നും കണ്ടെത്താൻ പോലും പോലീസിന് ഇതുവരെയായിട്ടും കഴിഞ്ഞിട്ടില്ല. വേറെ ഏതെങ്കിലും കേസാണെങ്കിൽ ഈ പറയുന്ന പ്രതികളുടെയൊക്കെ തന്നെ ബന്ധുക്കളെ അടക്കം ചോദ്യം ചെയ്ത് എത്രയും വേഗം പ്രതികളിലേക്ക് എത്തുന്ന പോലീസ് നിതിന്റെ കാര്യത്തിൽ മാത്രം ഊർജ്ജസ്വലമായിട്ടുള്ള അന്വേഷണത്തിന് മുതിരുന്നില്ല. ഈ CCTV അടക്കം പുറത്തു വന്നിരുന്നു. പക്ഷേ അതൊക്കെ തന്നെ പിടിച്ചെടുത്ത് സൂക്ഷിക്കാൻ വേണ്ട നടപടിയും പോലീസിന്റെ ഭാഗത്തു നിന്ന് വരുന്നില്ല എന്നാണ് ഈ KPMSന്റെ പ്രധാനപ്പെട്ട ആക്ഷേപം. അതിനോടൊപ്പം തന്നെ ഈ അഞ്ചരക്കണ്ടി മെഡിക്കൽ കോളേജിനെതിരെ രൂക്ഷമായിട്ടുള്ള പല പ്രശ്നങ്ങളും വിദ്യാർത്ഥികളടക്കം ചൂണ്ടിക്കാട്ടിയിട്ടും അതിനെതിരെ നടപടിയെടുക്കാൻ ആരോഗ്യ സർവകലാശാലയും തയ്യാറാകുന്നില്ല. ഇങ്ങനെ ഒരു സർവകലാശാലയ്ക്ക് കീഴിൽ ഇങ്ങനെ ഒരു സ്ഥാപനം വേണമോ എന്നുള്ള കാര്യം കൂടി സർക്കാർ ചിന്തിക്കണമെന്ന കാര്യം കൂടി അദ്ദേഹം പറയുന്നുണ്ട്. എന്തായാലും അന്വേഷണം ഇഴഞ്ഞു നീങ്ങുകയാണെങ്കിൽ പ്രത്യക്ഷ സമരത്തിലേക്ക് നീങ്ങാനാണ് KPMSന്റെ തീരുമാനം. ഏതറ്റം വരെയും നീതി ലഭിക്കാൻ വേണ്ടി ഏതറ്റം വരെയും പോകുമെന്നാണ് KPMS ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുള്ളത്. മഹേഷ്.